ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷമാണ് നമ്മൾ പാട്ട് മെയിൻ ആക്കിയത്. മറ്റേ നമ്മൾ പുല്ലാങ്കുഴലായിരുന്നു. എത്ര വയസ്സ് മുതൽ പാട്ട് പാടി തുടങ്ങിയായിരുന്നു? പാട്ട് നമ്മള് 6-7 വയസ്സ് മുതലൊക്കെ നല്ല 3-4 വയസ്സ് മുതലൊക്കെ പാടുമായിരുന്നു. പക്ഷെ നമ്മള് പാട്ട് നമ്മള് ഇങ്ങനെ ഈ എന്തിനാ ഈ ഐഡിയൽ സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷമാണ് നമ്മൾ എന്താ മെയിൻ ആക്കിയത്. അവന്റെ പാട്ടിന് 2000 രൂപ കണ്ണടച്ചിക്കൊണ്ട് ആരും കൊടുക്കുമായിരുന്നു, കിട്ടുമായിരുന്നു, വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ എഴുതിയിരിക്കുന്നതേ സ്റ്റാർ സിംഗറില് ഷിബു ഔട്ടായല്ലോ. അല്ലല്ല, ഔട്ടായതല്ല. എന്താ കാര്യം? അവിടെ ഔട്ടായെന്ന് പറഞ്ഞാ അവന് അവിടെ ഈ സാറന്മാര് പാടുന്നവരെല്ലാരും കൂടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ മീറ്റിംഗ് കൂടിയപ്പോ എന്റെ കൂടെ ചോദിച്ച്, ഷിബുവിന്റെ കണ്ണിന്റെ കാഴ്ച വേണോ കോടി വേണോന്ന് ചോദിച്ചു. 1 കോടിയുടെ ഫ്ലാറ്റൊക്കെ ഇല്ലേ, അത് വേണോ, ഷിബുവിന്റെ കണ്ണിന്റെ കാഴ്ച വേണോ അമ്മയ്ക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് 1 കോടിയും വേണ്ട, എനിക്ക് എന്റെ കൊച്ചിന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടിയ ഞാനും അവനും കോടികളല്ലേ. ഓ കിളിനാദമെൻ കരളിൽ മധുമാരി പെയ്തു, ആരാഗമാധുരി ഞാൻ നുകർന്നു. പാടാക്കുന്നുണ്ട്, അവരുടെ ഈ ശ്വാസം മുട്ട ഇളകുന്നു. അതാണ് പ്രശ്നം. ഇനിയിപ്പോ ശ്വാസം മുട്ടും. ശരി, ഇനിയിപ്പോ ശ്വാസം മുട്ടും. സ്ട്രെയിൻ എടുത്ത് പാടാൻ പറ്റത്തില്ല, പാടാക്കത്തില്ല. അപ്പോഴേ ശ്വാസം മുട്ട ഇളകും. അതാണ് പ്രശ്നം. ഇപ്പൊ ഈ പാട്ട് ഞാൻ പാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒന്നുമില്ല, വെറുതെ പാടിയതേ ഉള്ളൂ. അതിന്റെ ഒരു സംഗതിയും സംഭവവും കാര്യങ്ങളും ഒന്നുമില്ല അതിൻ്റെ അകത്ത്. എനിക്ക് തന്നെ അറിയാം, പാടുന്ന എനിക്കറിയാം ഇതൊന്നും വരത്തില്ലെന്ന്. അതൊക്കെ വരണമെങ്കിൽ നമ്മൾ പഴയതുപോലെ ആവണം. തീർച്ചയായിട്ടും പഴയതുപോലെ ആവും. അതാണ് നമ്മളെ ആഗ്രഹം. അതാണ് പഴയതുപോലെ ആവണം. അങ്ങനെ ആയിട്ട് പഴയതുപോലെ 2 പാട്ട് പാടണം എന്നാണ് ആഗ്രഹം. നമസ്കാരം, അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സങ്കടത്തോടെ എന്ന വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു വ്യക്തിയെ കണ്ടതിൻ്റെ സന്തോഷമുണ്ട്. പക്ഷെ സന്തോഷത്തിൽ കൂടുതൽ ഈ വീട്ടിൽ വന്നപ്പോഴുള്ള അവസ്ഥ കണ്ണ് നിറയിക്കുന്ന ഒരു സാഹചര്യമായി പോയി. കാരണം പറഞ്ഞാൽ ഐഡിയ സ്റ്റാർ സിംഗറിൽ 2009 നമ്മുടെ കൂടെ നമ്മൾ നെഞ്ചോട് ചേർത്ത ഒരു ഷിബു എന്ന് പറയുന്ന ഒരു ഗായകനുണ്ടായിരുന്നു. ആ ഷിബുവാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഒട്ടും വയ്യ, അത് മാത്രമല്ല ഓർമ്മയില്ല. അതേപോലെ സൈഡ് കൊണ്ട് തളർച്ചയുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തികമായി വളരെ പരുങ്ങലിലാണ്. ഞാൻ ആരുടെ സഹായിക്കാൻ പറയത്തില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുക, കണ്ട് ഈ ഷിബുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും ഷിബുവായിട്ട് ബന്ധപ്പെടാനുള്ള കോണ്ടാക്ട് ചെയ്യാൻ തരാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മളൊരു സമയത്ത് ഐഡിയ സ്റ്റാർ സിംഗർ, അതായത് 2009 എന്നൊക്കെ പറഞ്ഞാൽ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ഒരു സുവർണ്ണ കാലമായിരുന്നു. ആ കാലയളവിൽ ഷിബു ഒക്കെ നമ്മുടെ കണ്ണ് നനയിച്ചിട്ടുണ്ട്. ആ പാട്ട് കേട്ട് നമ്മുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ട്. ആ ഷിബുവാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക, അതേപോലെ ഷിബുവിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. ഷിബുവും പറഞ്ഞതേ, എനിക്ക് എന്നെ ഓരോരുത്തർ വിളിക്കുകയും കാണുകയും സഹായിക്കുകയൊക്കെ ചെയ്യാമെങ്കിൽ എനിക്ക് പഴയതുപോലെ തിരിച്ചു വരാമെന്ന് പറയാം. കാരണം പറഞ്ഞാൽ ഒരു സൈഡ് പോയി അടുത്ത സൈഡും കൂടെ ചിലപ്പോൾ ചികിത്സ കിട്ടിയില്ലെങ്കിൽ സാഹചര്യം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഷിബുവിലേക്ക് തന്നെ പോകാം. ഷിബു, എന്തുകൊണ്ട് പഴയ കാലമൊക്കെ ഓർമ്മയുണ്ടോ? പഴയ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമ്പോ അത് ഓർമ്മ വരും, അല്ലാതെ ഓർമ്മ വരത്തില്ല. പഴയ പാടിയ പാട്ടുകളൊക്കെ ഓർമ്മയുണ്ടോ? അതാ പറഞ്ഞത്, അത് പറഞ്ഞു കഴിയുമ്പോ ഓർമ്മ വരും. അല്ലാതെ അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ കിട്ടത്തില്ല. അത് പറയാന്നെങ്കിൽ അത് നമുക്ക് ഓർമ്മ വരും. അല്ലാതെ ഒന്നും ഓർമ്മയില്ല. സ്റ്റാർ സിംഗറിൽ പാടിയതൊക്കെ ഓർമ്മയുണ്ടോ? സ്റ്റാർ സിംഗറില് പാടിയിട്ടുണ്ട്. അതേപോലെ സ്റ്റാർ സിംഗറിൽ നിന്ന് ഔട്ടായി പോയല്ല ഷിബുവിന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ഷിബു പോയതാ. 1 കോടി വേണോ, കണ്ണിന് കാഴ്ച വേണോ എന്ന് ചോദിച്ചപ്പോൾ ഷിബുവിന്റെ അമ്മയും ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, കാഴ്ച മതി, 1 കോടി വേണ്ടാന്ന് പറഞ്ഞു. അതാണ് നടന്ന സംഭവം, അല്ല ഔട്ടായി പോയല്ല. പക്ഷെ ഇപ്പൊ ഈ ഷിബുവിന് ഇപ്പം പറഞ്ഞതിന്റെ ഒട്ടും ഓർമ്മയില്ല. ഷിബുവിന്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയാ ഇപ്പൊ നിലവില്? തല മുതൽ കാല് വരെ ഒരു വശം മൊത്തത്തിൽ തളർന്നു പോയി. പിന്നെ ശ്വാസം മുട്ടൽ ഭയങ്കര, നല്ല ശ്വാസം മുട്ടലുണ്ട്. ഭയങ്കര ശ്വാസം മുട്ടൽ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഈ അടുത്ത വാക്കിനും കൂടെ ചെറുതായിട്ട് തളർന്നു വരുന്നുണ്ട്.
തരിപ്പും പെരുപ്പും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഇടത്തെ കാല് മറ്റത് അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പൊ ഈ 1 വർഷം കൊണ്ട് ഈ ഇടത്തെ കാലും ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളും ഉണ്ട്. എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെ. ബുദ്ധിമുട്ട് തന്നെ. അമ്മ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. അല്ലാതെ ഒരു സഹായം നമ്മൾ ആരുടെ നിന്നും കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ വീടിന്റെ ഒക്കെ അവസ്ഥ വളരെ മോശമാണല്ലോ. ബാത്റൂം പോലും ഇല്ലാത്ത ഒരു സാഹചര്യമില്ല. നല്ലൊരു ബാത്റൂം പോലും ഇല്ല. ഒന്നുമില്ല, സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. മുമ്പ് വീടൊക്കെ ഉണ്ടായിരുന്നില്ലയോ? ഉണ്ടായിരുന്നു. ഈ അസുഖം ആയതിനു ശേഷം എല്ലാം കൊടുക്കേണ്ടി വന്നു. വിറ്റ് ചികിത്സ നടത്തേണ്ടി വന്നില്ലേ? ഷിബുവിന് പഴയ കാര്യങ്ങള് എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ? വീട് ഉള്ളതൊക്കെ ഓർമ്മയുണ്ടോ? വീട് ഉള്ളതൊക്കെ ഓർമ്മയുണ്ട്. ഒക്കെ ഓർമ്മ. അതൊന്ന് പറയാമോ? അതൊക്കെ ഓർമ്മയുള്ളത് പറയാനൊക്കത്തില്ല എനിക്ക്. അതിനുള്ള ഓർമ്മയില്ല. പിന്നെ എന്താ ഓർമ്മ കിട്ടത്തില്ല. എന്തായാലും ഓർമ്മ നിക്കത്തില്ല. അതാണ് പ്രശ്നം. ഇപ്പം പാട്ട് പാടാറില്ല, പാട്ട് കേൾക്കാറേ ഉള്ളൂ. പാട്ട് കേൾക്കാറുണ്ട്, ഇഷ്ടംപോലെ പാട്ട് കേൾക്കും. പക്ഷെ കേട്ടാൽ അന്നേരം മറന്നുപോകും. കേട്ട് കഴിഞ്ഞാൽ അറിയാം. പക്ഷെ നമുക്ക് തിരിച്ചൊരു പാടാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അതിന്റെ ബുദ്ധിമുട്ടും നമുക്ക് ഇപ്പൊ ഉണ്ട്. കാര്യം പാട്ട് പാടാത്തോണ്ട് നമുക്ക് പാട്ടില്ല. നമ്മുടെ പാട്ടും പുല്ലാങ്കുഴലുമാണ് നമ്മുടെ. അത് രണ്ടും ഇപ്പൊ ഇല്ല. വെള്ളിയാഴ്ച പോലെ ഞാൻ ഒരിച്ചിരി സംസാരിക്കുന്നത്. മറ്റേ ഞാൻ അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല. ഇപ്പോഴാണ് ഒരിച്ചിരി. പക്ഷെ അങ്ങനെ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എപ്പോഴേ ശ്വാസം മുട്ടലാണ്. അതുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തുമില്ല. എന്ത് ചെയ്യും? ശ്വാസം മുട്ടിപ്പോ. നല്ല പരിപാടിയുള്ള സമയം, ഇതേപോലുള്ള സമയം, നല്ല പരിപാടിയുള്ള സമയം. പരിപാടിയും കഴിഞ്ഞ് വന്ന് കിടന്ന് ഇണീച്ചതാണ് ഇങ്ങനെ അങ്ങ് വീണത്. ഇപ്പൊ 11 വർഷമായി. ഈ 11 വർഷവും എനിക്ക് ഇരിക്കാനും സമയം കിട്ടിയിട്ടില്ല, നിൽക്കാനും സമയം കിട്ടിയിട്ടില്ല. ആശുപത്രി കേസും പിന്നെ വീട്ടിലെ കാര്യവും എല്ലാം എല്ലാത്തിനും എനിക്ക് നല്ല പ്രയാസം. പക്ഷെ നമ്മള് ആർക്കെല്ലൂടെ പറയാനാ. ഫാമിലി കല്യാണം കഴിഞ്ഞില്ലയോ? കല്യാണം കഴിഞ്ഞതാ. പക്ഷെ അവള് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ? ഒരു കൊച്ചുണ്ട്, 8 വയസ്സ്. മോനോ മോളോ? മോൻ. പുല്ലാങ്കുഴലില്ല. പുല്ലാങ്കുഴലിൽ ഒട്ടും വായിക്കാൻ പറ്റാത്തത്. കാര്യം ഒരു വശത്ത് ഈ കൈന്ന് പറഞ്ഞേ. പിന്നെ ഈ കൈ കൊണ്ടെന്ത് ചെയ്യാൻ പറ്റും? 2 കൈ ഉണ്ടെങ്കിലല്ലേ പുല്ലാങ്കുഴൽ വായിക്കാൻ പറ്റൂ. പാട്ട് നമുക്ക് രണ്ടാമതാ. നമ്മൾ പുല്ലാങ്കുഴലാണ് നമ്മുടെ മെയിൻ. പാട്ട് ഞാൻ പിന്നീട് ഈ എന്താ പറയുന്നത്, ഈ പഴയ ശാസ്ത്രങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്കൊന്ന് പാടി നോക്കിയതാ. അല്ലാതെ നമുക്ക് ഏതെങ്കിലും പാട്ട് മനസ്സിൽ വരുന്നുണ്ടോ? അയ്യോ, പാട്ട് അവന്റെ അച്ഛനും അമ്മയും എല്ലാം ഞാനാ. 11 വർഷമല്ല അവന്റെ അച്ഛൻ മരിച്ചിട്ട് അവന്റെ 2 വയസ്സിൽ മരിച്ചതാ. അന്ന് മുതലേ അവന്റെ തള്ളയും തന്തയും എല്ലാം ഞാൻ തന്നെ. അവനെ വർക്കല 7ാം ക്ലാസ് പഠിപ്പിച്ച്, തിരുവനന്തപുരത്ത് 10 വരെ പഠിപ്പിച്ച്, ഗാനമേള പഠിപ്പിച്ച്, വയലിൻ പഠിപ്പിച്ച്, മൃദംഗം പഠിപ്പിച്ച്, പിന്നെ അങ്ങനെ പരിപാടികളെല്ലാം പഠിപ്പിച്ച്. പിന്നെ എന്തൊരു ഏതാണ്ടൊക്കെ എല്ലാം അവനറിയാം. പരിപാടികളെന്ന് പറയാം, പിന്നെ പുല്ലാങ്കുഴല് എല്ലാം അവനറിയാം. എല്ലാം ഞാൻ ഇത് പഠിപ്പിക്കുന്ന. പാടാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു പണ്ടേ. കുഞ്ഞുനാളിലെ 4 വയസ്സ് മുതലേ അവന്റെ അച്ഛനും പാട്ടുകാരനായിരുന്നു. കുഞ്ഞുനാൾ മുതലേ 4 വയസ്സ് മുതലേ അവന്റെ ചെവിയിലൊരു പാട്ട് കേട്ടാ അതവൻ ശ്രദ്ധിച്ചിരുന്ന് കേട്ടിരിക്കും. പിന്നെ അന്ന് മുതലേ കണ്ണിന് കാഴ്ചയില്ലല്ലോ, അതുകൊണ്ട് ശ്രദ്ധ ഭയങ്കരമാണ്. 6 വയസ്സായപ്പോ ഞാൻ വർക്കല കൊണ്ടാക്കി. ഇവിടെ 7 പഠിപ്പിച്ച്, തിരുവനന്തപുരത്ത് 10 വരെ പഠിപ്പിച്ച്. ഇത് മൊത്തം ഈ പരിപാടികൾ മൊത്തം അവൻ അവിടെ വെച്ചാ പഠിച്ചത്. പഠിപ്പിച്ച് ഞാൻ 3/4 ഭാഗം പൈസ ഞാൻ കൊടുത്ത ഇവനെ പഠിപ്പിച്ചത്. അന്നല്ല ഞാൻ ജോലിക്ക് പോകും, എനിക്ക് ജോലിക്ക് പോകാൻ കഴിവുണ്ട്. ഇത്രയും വർഷത്തിനപ്പുറമല്ലേ ജോലിക്ക് പോയി കാശുണ്ടാക്കി. ഇവനെ ഇതെല്ലാം ഞാൻ തന്തയില്ലാത്ത രീതി ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ ഇന്ന് വരെ കാണിച്ചിട്ടില്ല. ഇപ്പോഴും മാസത്തിലെ കുറഞ്ഞത് ഒരു 2 പ്രാവശ്യം
കരുവണ ആശുപത്രിയിലെ, അഞ്ചൽ ആശുപത്രിയിലെ, പൊല്ലു ആശുപത്രിയിലെ, ഐസിയിലും വാർഡിലും എല്ലാം ഇപ്പോഴും പോകാൻ തയ്യാറായിരിക്കും. നാളെ മറ്റന്നാളോ പോകാൻ തയ്യാറായിരിക്കും. പിന്നെ ഈ ഈ ശ്വാസം പിടിക്കാനുള്ള മിഷ്യൻ വരെ ഞാൻ മേടിച്ചു വെച്ചേക്കൊണ്ട് ഇപ്പം. അതുകൊണ്ട് എന്താ, ഇന്നിപ്പോ കറണ്ട് ചാർജ് വന്നത് 610 രൂപ. എനിക്ക് 70 രൂപയൊക്കെ ആവും. ഇവന്റെ ശ്വാസം പിടിച്ചു നിർത്തുന്നതാ അത്. പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ഞാൻ മേടിച്ചു വെച്ചേക്കുന്നത്. 2500 രൂപ കൊടുത്ത് ഞാൻ അത് മേടിച്ചു വെച്ച് അന്ന് മുതൽ ശകലം ഭേദമുണ്ട്. പിന്നെ പോകുന്നില്ല. പോവാതെ അതിനെ വെച്ചിങ്ങനെ പ്രവർത്തിക്കുക. യിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ പാടാനൊക്കത്തില്ല. പാടി കഴിഞ്ഞാൽ ശ്വാസം മുട്ടുള്ളത്. അതാണ് പ്രശ്നം. അപ്പോഴേ ശ്വാസം മുട്ടും.